നമസ്കാരം. യു.എസ്. പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ബീജിംഗ് സന്ദർശനത്തിനിടെ വിദേശ പ്രമുഖരെയും ടെക് കമ്പനി മേധാവികളെയും നിരീക്ഷിക്കാൻ ചൈന വേഷം മാറിയ ഉദ്യോഗസ്ഥരെ നിയോഗിച്ചതായി റിപ്പോർട്ട്. ചൈനീസ് വിപണിയിലേക്ക് നേരിട്ട് പ്രവേശനം നേടാൻ വിദേശ ടെക് ഭീമന്മാർ ചർച്ചകൾ തുടരുന്ന പശ്ചാത്തലത്തിൽ ബീജിംഗിന്റെ ആതിഥ്യ മര്യാദകൾക്ക് പിന്നിൽ നിരീക്ഷണ കണ്ണുകളുടെ മറഞ്ഞിരിക്കുന്ന വിലയുണ്ടാകാമെന്ന വിമർശനങ്ങൾ ശരിവെക്കുന്ന രീതിയിലാണ് ഇപ്പോൾ പുതിയ വിവരങ്ങൾ പുറത്തുവരുന്നത്. സ്വതന്ത്ര ബ്ലോഗറായ ജെന്നിഫർ സെങ് സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവച്ച ആരോപണങ്ങളാണ് ഇപ്പോൾ ആഗോളതലത്തിൽ വലിയ ചർച്ചയായിരിക്കുന്നത്. ബീജിംഗിൽ വെച്ച് പ്രസിഡന്റ് ട്രംപിന് ബഹുമാനാർത്ഥം ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി നടത്തിയ ഔദ്യോഗിക വിരുന്നിൽ ശതകോടീശ്വരൻ ഇലോൺ മസ്കിന് തൊട്ടുപിന്നിൽ നിന്ന പരിചാരിക ചൈനീസ് സൈന്യത്തിലെ ഉന്നത പദവിയുള്ള ഒരു സജീവ ഉദ്യോഗസ്ഥയാണെന്നാണ് സെങ് അവകാശപ്പെടുന്നത്. വിരുന്നിൽ പങ്കെടുത്ത 2 വെയിറ്ററർമാരുടെ ചിത്രങ്ങൾ പങ്കുവച്ചുകൊണ്ടാണ് ജെന്നിഫർ സെങ് ഈ ചാരപ്രവർത്തന ആരോപണം ഉന്നയിച്ചിരിക്കുന്നത്. യൂണിഫോമിലുള്ള ഇതേ സ്ത്രീകളുടെ ചിത്രങ്ങൾ ചൈനീസ് സോഷ്യൽ മീഡിയയിൽ വ്യാപകമായി പ്രചരിക്കുന്നുണ്ടെന്നും അവർ അവകാശപ്പെടുന്നു. മസ്കിന് തൊട്ടുപിന്നിൽ നിന്ന വെയിറ്ററസ് ചൈനീസ് സൈന്യത്തിന്റെ ഓണർ ഗാർഡ് സെറിമോണിയൽ ബ്രിഗേഡിലെ ബറ്റാലിയൻ കമാൻഡറായ മേജർ ചെങ് ആണെന്നാണ് ഇവരുടെ കണ്ടെത്തൽ. ചൈനയുടെ ഔദ്യോഗിക സൈനിക ചടങ്ങുകൾക്കായിട്ടുള്ള പ്രവർത്തന മാനുവലുകൾ തയ്യാറാക്കാൻ വരെ സഹായിച്ച പ്രമുഖ ഉദ്യോഗസ്ഥയാണ് ഇവരെന്നും ചടങ്ങിൽ വെയിറ്റർസായി നിന്ന ചെങ്ങിന്റെ ചുവന്ന വസ്ത്രത്തിനടിയിൽ തോക്കോ മറ്റോ ഒളിപ്പിച്ചിട്ടുണ്ടാകാമെന്നും താൻ സംശയിക്കുന്നതായി സെങ് തന്റെ സോഷ്യൽ മീഡിയ പോസ്റ്റുകളിൽ കുറിച്ചു. എന്നാൽ ഈ അവകാശവാദങ്ങൾ സ്വതന്ത്രമായി സ്ഥിരീകരിക്കാൻ അന്താരാഷ്ട്ര മാധ്യമങ്ങൾക്ക് സാധിച്ചിട്ടില്ല. ചൈനീസ് സർക്കാരും ഈ പ്രത്യേക അവകാശവാദങ്ങളോട് ഇതുവരെ ഔദ്യോഗികമായി പ്രതികരിച്ചിട്ടില്ലെങ്കിലും ചൈനയുടെ മുൻകാല പ്രവർത്തന ശൈലിയുമായി ഈ തന്ത്രങ്ങൾ ഒത്തുപോകുന്നതാണെന്നാണ് സുരക്ഷാ വിദഗ്ധരുടെ വിലയിരുത്തൽ. പാശ്ചാത്യ രാജ്യങ്ങളിലെ പ്രമുഖർക്കെതിരെ രഹസ്യ നിരീക്ഷകരെ വിന്യസിക്കുന്നത് ചൈന മുമ്പും ചെയ്തിട്ടുണ്ടെന്ന് സുരക്ഷാ വിദഗ്ധർ പലപ്പോഴും ചൂണ്ടിക്കാട്ടിയിട്ടുള്ളതായി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. വിദേശ ടെക് കമ്പനികളുടെ മേധാവികൾ ചൈനീസ് വിപണിയിലേക്ക് നേരിട്ടുള്ള പ്രവേശനം ആവശ്യപ്പെടുന്നത് തുടരുന്നതിനാൽ ബീജിംഗ് സംഘടിപ്പിക്കുന്ന വിരുന്ന് സൽക്കാരങ്ങൾക്ക് മറഞ്ഞിരിക്കുന്ന ലക്ഷ്യങ്ങൾ ഉണ്ടാകാമെന്ന് വിമർശകർ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ബീജിംഗ് ഭരണകൂടം സമാനമായ ചാരപ്രവർത്തനങ്ങൾ നടത്തുന്നുവെന്ന് ജെന്നിഫർ സെങ് ആരോപിക്കുന്നത് ഇതാദ്യമായിട്ടല്ല എന്നതും ശ്രദ്ധേയമാണ്. മുൻപ് 2023 കാനഡയിൽ വെച്ച് ഖലിസ്ഥാൻ ഭീകരൻ ഹർദീപ് സിംഗ് നിജാർ കൊല്ലപ്പെട്ട സംഭവത്തിന് പിന്നിലും ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നിഗൂഢമായ ഇടപെടലുകൾ ഉണ്ടായിരുന്നുവെന്ന് ഇവർ ആരോപിച്ചിരുന്നു. ഇന്ത്യയെ അന്താരാഷ്ട്ര തലത്തിൽ കൊടുക്കാനും ഇന്ത്യയും പാശ്ചാത്യ രാജ്യങ്ങളും തമ്മിലുള്ള വലിയ തോതിലുള്ള നയതന്ത്ര ഭിന്നതകൾ സൃഷ്ടിക്കാനുമായിരുന്നു ചൈന അന്ന് അത്തരമൊരു നീക്കം നടത്തിയതെന്നായിരുന്നു സെങ്ങിന്റെ അവകാശവാദം. തായ്വാനുമായി ബന്ധപ്പെട്ട് ഷീ ജിൻപിങ്ങിന്റെ സൈനിക തന്ത്രത്തിനനുസൃതമായി ലോകത്തെ തകർക്കാനുള്ള CCPയുടെ പദ്ധതിയുടെ ഭാഗമാണിതെന്ന് അവർ കൂട്ടിച്ചേർത്തിരുന്നു. പാശ്ചാത്യ രാജ്യങ്ങളെയും അവരുടെ തന്ത്രപ്രധാന ലക്ഷ്യങ്ങളെയും തകർക്കാൻ ചൈന ഇത്തരത്തിൽ ആഴത്തിലുള്ള ചാരശൃംഖലകളെയും ഡീപ് കവർ ഓപ്പറേറ്റീവുകളെയും വിന്യസിക്കാറുണ്ടെന്നത് സുരക്ഷാ വിദഗ്ധർ പണ്ടേ ചൂണ്ടിക്കാണിക്കുന്ന കാര്യമാണ്. കാലിഫോർണിയയിലെ പ്രമുഖ US രാഷ്ട്രീയക്കാരെ ലക്ഷ്യമിട്ട് ചൈനീസ് ചാര സംഘടന നടത്തിയ ഫാങ് ഹണി ട്രാപ്പ് ഓപ്പറേഷൻ ഇതിനു മുൻപ് വലിയ ആഗോള ചർച്ചകൾക്ക് കാരണമായിരുന്നു. കോർപ്പറേറ്റ് ടെക് മേഖലകളിലും നയതന്ത്ര വൃത്തങ്ങളിലും ചൈനീസ് ചാരന്മാർ തികച്ചും സാധാരണക്കാരായ ആളുകളുടെ വേഷത്തിൽ കടന്നുകൂടുന്നതിനെക്കുറിച്ച് പാശ്ചാത്യ ഇന്റലിജൻസ് ഏജൻസികൾ ആവർത്തിച്ച് മുന്നറിയിപ്പ് നൽകുന്ന സാഹചര്യത്തിൽ ഇലോൺ മസ്കിന് പിന്നിൽ കാവൽ നിന്ന ചൈനീസ് വനിതാ മേജറുടെ വാർത്ത അതീവ ഗൗരവത്തോടെയാണ് അന്താരാഷ്ട്ര സമൂഹം വീക്ഷിക്കുന്നത്.